ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ T10 സീരീസിൻ്റെ പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1, 2, 3 സീരീസ് ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാർട്ട് 4 സീരീസ് ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാമിനോട് അടുത്ത് നമ്മൾ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ ശരിയുത്തരത്തിന് ഓരോ മാർക്കും, തെറ്റുത്തരത്തിന് -1. സ്കോർ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതും ആൻസർ ചെയ്യുക. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. 3, 5, 11, 14, 17, 21. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓഡ് വൺ ഔട്ട് ഏതാ? ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 3. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 14 ഇതിൻ്റെ ആൻസർ. ഓക്കെ, 14 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും 3, 5, 11, 17, 21 എല്ലാം ഓഡ് നമ്പേഴ്സാണ്. വാട്ട് ആർ ഓഡ് നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ഡിവിസിബിൾ അല്ലാത്ത എല്ലാത്തിനും നമ്മൾ എന്ത് പറയുന്നു? ഓഡ് നമ്പേഴ്സ്. ഇപ്പോൾ 1, 3, 5, 7, 9, 11 ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 കൊണ്ട് നമ്മളിപ്പോൾ 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് റിമൈൻഡറായിട്ട് 1 കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഫുള്ളി ഡിസിബിൾ അല്ല. അപ്പോൾ അതാണ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, 14 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിവിസിബിൾ. 14 2 കൊണ്ട് ഡിവൈഡ് എത്ര? 7 കിട്ടില്ലേ? സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ. 1, 4, 9, 16, 25, 36, 49. ഓപ്ഷൻസ് എ 54, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 56, ഓപ്ഷൻ ഡി 81. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 64. ഇപ്പം നിങ്ങളിവിടെ നോക്കിയേ, 1ൻ്റെ സ്ക്വയർ ആണ് 1, 2ൻ്റെ സ്ക്വയർ ആണ് 4 ഇല്ലേ? അതുപോലെ തന്നെ 3ൻ്റെ സ്ക്വയർ ആണ് 9, 9. 4ൻ്റെ സ്ക്വയർ 16 ഇല്ലേ? 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 7 സ്ക്വയർ 49. അപ്പോൾ 7 കഴിഞ്ഞാൽ 8ൻ്റെ സ്ക്വയറിൽ ഇവിടെ വരേണ്ടത്, 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64. അപ്പോൾ 64 ഇവിടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ നമുക്കിത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലീഗൽ, ലോജിക്കൽ, അതുപോലെ തന്നെ മാത്സ് അവസാനം ചെയ്താൽ മതി. അവസാനത്തെ സെറ്റിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം കുറച്ച് ടൈം എന്താ പറയുക, അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണതിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ പേഴ്സൺ കോൾഡ് ഹു ടേക്സ് ലീഗൽ പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ദ അക്യൂസ്ഡ് ഓൺ ദ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്? ഓപ്ഷൻ എ പ്ലെയിൻറ്റിഫ്, ഓപ്ഷൻ ബി പ്രോസിക്യൂട്ടർ, ഓപ്ഷൻ സി ലോയർ, ഓപ്ഷൻ ഡി ഡിഫൻസ് ലോയർ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, പ്രോസിക്യൂട്ടറാണ് അതിൻ്റെ ആൻസർ. നമുക്കറിയാം, ഒരു ക്രിമിനൽ കേസിൽ, ഓക്കെ, ഒരു ക്രിമിനൽ പ്രൊസീഡിങ്ങിൽ സ്റ്റേറ്റ് ആണ് ഡിഫാക്റ്റോ കംപ്ലൈനൻ്റ് എന്ന് പറയുന്നത്. അതായത് വിക്ടിമിന് വേണ്ടി സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ പ്രോസിക്യൂഷനാണ് വിക്ടിമിന് വേണ്ടി ഹാജരാകുക. ഓക്കെ, അപ്പോൾ വിക്ടിമിന് വേണ്ടി ഹാജരാകുന്ന വക്കീൽ ആരാണ്? അത് പ്രോസിക്യൂട്ടറാണ്. ഓക്കെ, അക്യൂസിന് വേണ്ടി, അതായത് കുറ്റാരോപിതനായ വ്യക്തിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലിൻ്റെ പേരെന്താ? ഡിഫൻസ് ലോയർ, എതിർകക്ഷി വക്കീൽ. ഒരു ക്രിമിനൽ കേസിൽ ഒരു ക്രിമിനലിനെ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ പണിഷ് ചെയ്യുക എന്നുള്ള സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ക്രൈം ഈസ് ആൻ ഒഫൻസ്, അല്ലെങ്കിൽ ക്രൈം ഈസ് എഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ് ആയിരിക്കും ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്. സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? വിക്ടിമിന് വേണ്ടി ഹാജരാകുക. ഇപ്പോൾ വിക്ടിമിന് വേണ്ടി ഹാജരാകുന്ന വക്കീലിൻ്റെ പേരെന്താ? പ്രോസിക്യൂട്ടർ. ഓപ്പോസിറ്റ് അക്യൂസിന് വേണ്ടി ഹാജരാകുന്ന വക്കീലിൻ്റെ പേരെന്താ? ഡിഫൻസ് ലോയർ. ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 4ാം ചോദ്യം. ദ ടേം അൾട്രാ വൈറസ് മീൻസ്. ഓപ്ഷൻ എ ഇൻസൈഡ് ദ പവേഴ്സ്, ഓപ്ഷൻ ബി ജുഡീഷ്യൽ പവേഴ്സ്, ഓപ്ഷൻ സി വിതിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓപ്ഷൻ ഡി ഔട്ട്സൈഡ് ദ പവേഴ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഔട്ട്സൈഡ്. അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ പവർ, പവറിന് മീതെ, തനിക്ക് കിട്ടിയ പവറിൻ്റെ മേളിലേക്ക് കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൾട്രാ വൈറസ്, ഔട്ട്സൈഡ് ദ പവേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്ന ഒരു ലീഗൽ ടേമാണത്. ഓക്കെ, അൾട്രാ വൈറസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹു അഡ്മിനിസ്ട്രേറ്റ്സ് ദ ഓത്ത് ടു ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക? അതിൽ ആരാണ് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പീക്കർ ഓഫ് ലോക്സഭ, ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ,
ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അഡ്മിനിസ്റ്റേഴ്സ് ഓത്ത് ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ സുപ്രീം കോടതിയിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മാത്രമല്ല, ആരെ സക്സീഡ് ചെയ്തേ വന്നത്, ആര് മാറിയിട്ടാണ് പുതിയ ആൾ വന്നത്, അപ്പോൾ പഴയ ആളെയും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ആരാണ്, പഴയ ചീഫ് ജസ്റ്റിസ് ആരാ, അയാൾ റീപ്ലേസ് ചെയ്ത് ആരാണ് പുതിയത് വന്നത്, അത് രണ്ടും നിങ്ങൾ നോക്കി പഠിക്കുക. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ എന്ത് ചെയ്യുക, അത് കണ്ടെത്തി പഠിക്കുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ സുപ്രീം കോർട്ട് ക്യാൻ ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെൻറ്റർ അണ്ടർ ഇറ്റ്സ് എ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, ഓപ്ഷൻ ബി അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ, ഓപ്ഷൻ സി അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഓപ്ഷൻ ഡി എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 131. ആർട്ടിക്കിൾ 131 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പറയുന്നത്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ തർക്കം വരിക, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ തർക്കം വരികയാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൻറ്ററും ഒന്നിലധികം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ വരികയാണ്. അങ്ങനെയുള്ള സംബന്ധിച്ചുള്ള എന്ത് കാര്യവും പരിഗണിക്കാനുള്ള പവർ സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഇതൊക്കെ കേൾക്കാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, അത് സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. അതാണ് സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ദ പവർ ഓഫ് സുപ്രീം കോർട്ട് ടു ഹിയർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെയുള്ള ഇൻ്റർപ്രട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതാണ് സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ആർട്ടിക്കിൾ 131. ഇന്ത്യൻ ജുഡീഷ്യറി വളരെ പ്രധാനപ്പെട്ട ഏരിയ. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറി പഠിക്കാത്തവരുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ജുഡീഷ്യറി എന്തായാലും പഠിക്കുക, ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 7ാം ചോദ്യം. Which of the following is not a fundamental right? Option A, right to freedom. Option B, right to property. Option C, right to religion. Option D, right to equality. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. 44th അമെൻമെൻറ്റ് പ്രകാരം അതിലിപ്പോൾ ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. അത് ആർട്ടിക്കിൾ 300A പറയുന്നത്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ, ആർട്ടിക്കിൾ 300A. പ്രയർ ടു 44th ഇറ്റ് വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ജസ്റ്റ് എ ലീഗൽ റൈറ്റ് മാത്രമാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 8ാം ചോദ്യം. ദ കറക്റ്റ് സ്റ്റേജസ് ഓഫ് ക്രൈം ആർ ഓപ്ഷൻ എ കമ്മീഷൻ, ഇൻറ്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ്. ഓപ്ഷൻ ബി ഇൻറ്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ്, കമ്മീഷൻ. ഓപ്ഷൻ സി പ്രിപ്പറേഷൻ, കമ്മീഷൻ, ഇൻറ്റൻഷൻ, അറ്റംപ്റ്റ്. ഓപ്ഷൻ ഡി ഇൻറ്റൻഷൻ, പ്രിപ്പറേഷൻ, കമ്മീഷൻ, അറ്റംപ്റ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എൻ്റെ ആൻസർ ഇൻറ്റൻഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രൈമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മെൻസ്രിയ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താ, അറ്റംപ്റ്റ്. അത് കഴിഞ്ഞാൽ കമ്മീഷൻ, നമ്മളെ ക്രൈം ചെയ്തു. ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേജസ് ഓഫ് ക്രൈം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താ, ഇൻറ്റൻഷൻ. 2ാം സ്റ്റേജ് എന്താ, പ്രിപ്പറേഷൻ. 3ാം സ്റ്റേജ് എന്താ, അറ്റംപ്റ്റ്. 4ാം സ്റ്റേജ് കമ്മീഷൻ. ഞാൻ അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടോർട്ട്? ഓപ്ഷൻ എ നെഗ്ലിജൻസ്, ഓപ്ഷൻ ബി ബാറ്ററി, ഓപ്ഷൻ സി ട്രസ്പാസ് ടു ലാൻഡ്, ഓപ്ഷൻ ഡി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് അതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ടോർട്ട് അല്ലാത്ത ഏതാണ്, അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ബാക്കി എല്ലാം ടോർട്ടുകളാണ്. നെഗ്ലിജൻസ് ടോർട്ടാണ്, ബാറ്ററി ടോർട്ട്, ട്രസ്പാസ് ടോർട്ടാണ്. ഈ ഓപ്ഷൻ ഡി ഒഴിച്ച് ബാക്കിയെല്ലാം ടോർട്ടാണ്. നമുക്ക് 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദ ഫുൾ ഫോം ഓഫ് USB, നമ്മൾ USB ഇല്ലേ, USB ഫുൾ ഫോം. ഓപ്ഷൻ എ യൂണിവേഴ്സൽ സീരിയൽ ബ്ലോക്ക്, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ സീരിയൽ ബസ്, ഓപ്ഷൻ സി യൂണിവേഴ്സൽ സെക്യൂരിറ്റി ബസ്, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ സെക്യൂരിറ്റി ബ്ലോക്ക്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ കണ്ടെത്തി പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ 10th ക്വസ്റ്റ്യൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്ന പാർട്ട് 4 വീഡിയോയുടെ നമ്മൾ പാർട്ട് 5 ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കേണ്ടത് വിചാരിക്കുന്നു. ഗൈസ്, ടെൻഷനൊന്നും വേണ്ട, വെറീസ് ഒന്നും വേണ്ട. ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ നുണയാണ്. ടെൻഷൻ അടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ടെൻഷൻ അടിച്ചോ, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഒരു ലിമിറ്റ് കഴിഞ്ഞ് ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ അഡ്വേഴ്സിലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാം കൺട്രോളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്.